Hello students, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇന്റർവെൽ ഓഫ് കൺവേർജൻസിന്റെ തന്നെ പ്രോബ്ലം ആണ്. ഡിസ്കസ് ദ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സിഗ്മ n equal to 0 to infinity n factorial x raised to n. അപ്പോൾ n factorial x raised to n എന്നുള്ളത് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് അബൌട്ട് x equal to 0 വരുന്ന ഒരു പവർ സീരീസ് ആണ്. നമുക്ക് എന്തായാലും mod un plus 1 by un ലിമിറ്റ് n tends to infinity ആണ് വേണ്ടത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് n plus 1 into mod x ആണ് കിട്ടിയത്. അപ്പോൾ n മുകളിലായതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് n tends to infinity എടുക്കുമ്പോൾ മുകളിൽ ഇൻഫിനിറ്റി വരും. ദിസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n tends to infinity ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഇത് ഇൻഫിനിറ്റി ആണ് എങ്കിൽ നമ്മൾ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്താ പറയാറ്? എല്ലാ പോയിന്റിലും ഡൈവേർജൻ്റ് ആണ് എന്ന് പറയും അല്ലേ. ഇതെല്ലാ പോയിന്റിലും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ വരിക? റേഡിയസ് ഓഫ് കൺവേർജൻസ് അവിടെ 0 ആണ് വരിക. ഒറ്റ പോയിന്റിലും കൺവേർജൻസിലല്ലോ, എല്ലാ പോയിന്റിലും ഡൈവേർജൻ്റ് അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് അവിടെ 0 ആണ് വരിക. ഓക്കെ, ഒറ്റ പോയിന്റിലും കൺവേർജൻസ് ഇല്ല എന്ന് വെച്ചാൽ ഒറ്റ റേഡിയസിൻ്റെ ഉള്ളിലും ഒറ്റ സർക്കിളിൻ്റെ ഉള്ളിലും അതിന് കൺവേർജൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും 0 ആയിരിക്കും. ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഡിറ്റർമിൻ ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ n equal to 1 to infinity 3 raised to n x raised to n by n factorial. അപ്പോൾ ഇതാണ് നമ്മുടെ യു എൻ വരുന്നത്. un plus 1 by un കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ക്യാൻസലേഷനൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മോഡ് 3x by n plus 1 ആണ് വരിക. ആസ് n tends to infinity മോഡ് 3x by n plus 1 n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് നമുക്ക് 0 ആണ് വരിക. 0 which is less than 1 for all x. ഓക്കെ, അപ്പോൾ ഇത് 0 എന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് സീരീസ് കൺവേർജൻ്റ് ആണ് അല്ലേ. സീരീസ് കൺവേർജൻ്റ് ആണ്. ആൻഡ് ഇത് 0 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് 0 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 0ലേക്കല്ലേ കൺവേർജ് ചെയ്യുന്നത്. എല്ലാ പോയിന്റിലും അത് കൺവേർജൻ്റ് ആണ്. എല്ലായിടത്തും ഏത് എക്സ് വാല്യൂവിനും അത് കൺവേർജൻ്റ് ആണെന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എല്ലാ എക്സുകളും എന്ന് പറയുമ്പോൾ -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് വരിക. അങ്ങനെയല്ല എല്ലാ എക്സുകളെയും നമുക്ക് എഴുതാൻ പറ്റുക. എല്ലാ എക്സുകളും എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ എല്ലാ പോയിന്റിലും അത് കൺവേർജൻ്റ് ആയതുകൊണ്ട് ഏത് സർക്കിൾ നമുക്ക് ഏറ്റവും വലിയ സർക്കിൾ കൺസിഡർ ചെയ്യണം. ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യില്ല, എക്സ് എൻഡ് ചെയ്യാത്തത് കൊണ്ട് സർക്കിളിൻ്റെ റേഡിയസും എൻഡ് ചെയ്യില്ല. സർക്കിൾ ഏറ്റവും വലിയൊരു സർക്കിളായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പോയിന്റിലും അത് കൺവേർജൻ്റ് ആണ് എന്നും എല്ലാ എക്സ് വാല്യൂവിനും അത് കൺവേർജൻ്റ് ആണെന്നും അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നും അതിനൊപ്പം തന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആണ് എന്നുള്ളതും എഴുതാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രീവിയസ് 2 പ്രോബ്ലത്തിലും അങ്ങനെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആൻഡ് ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദിസ് സീരീസ്. അപ്പോൾ ഇതിൻ്റെ un എഴുതിയിട്ടുണ്ട്. un plus 1 by un എഴുതി അതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -∞ നേരത്തെ എഴുതിയ പോലെ -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതാം. അതുപോലെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് എഴുതി വെക്കേണ്ടത്. അത് പിന്നെ കണ്ണും പൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി. അത് ഓർത്ത് വെച്ചിട്ട് അത് അങ്ങനെ 0 ആണ് കിട്ടണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആൻഡ് ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ്. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ un എഴുതിയിട്ടുണ്ട്. un plus 1 by un ഡെഫിനേഷൻ യൂസ് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് n by n plus 1 സ്ക്വയർ mod x - 2 by 3 ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു n ഔട്ട് സൈഡ് എടുത്ത് n ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി മുകളിൽ 1ഉം താഴെ 1 plus 1 by n ആണ് വരിക. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 plus 1 by n 1 by n 0 ആവാം. അപ്പോൾ ഇത് ഇൻ ടോട്ടൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് ബാക്കി ഉണ്ടാവുക mod x - 2 by 3. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. mod x - 2 by 3 എന്ന് പറയുന്നത് നമുക്കറിയാം ലെസ് ദാൻ 1ന് കൺവേർജൻ്റ് ആവും, ഗ്രേറ്റർ ദാൻ 1ന് ഡൈവേർജൻ്റ് ആവും. അപ്പോൾ ദിസ് സീരീസ് കൺവേർജസ് ഇഫ് mod x - 2 by 3 ലെസ് ദാൻ 1. അപ്പോൾ 3 കൊണ്ട് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇനി എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. 3 കൊണ്ട് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ mod x - 2 ലെസ് ദാൻ 3 എന്ന് കിട്ടും. mod x - 2 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എബൌട്ട് 2 വരുന്ന ഒരു സീരീസാണ് അല്ലേ. ഇത് കണ്ടാലറിയാം എബൌട്ട് 2 ഉള്ള ഒരു പവർ സീരീസാണിത്. സിയുടെ പ്ലേസിൽ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ mod x - c ലെസ് ദാൻ r എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് mod x - 2 ലെസ് ദാൻ 3
എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു 3 ആണ് കേട്ടോ. ആർ ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് കിട്ടുക റേഡിയസ് ഓഫ് കൺവേർജൻസ്. അത് നോക്കിയിട്ട് എഴുതണേ. ഇവിടെ എബൌട്ട് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ സംതിങ് എന്ന് വരുന്ന ആ സംതിങ് എന്താണോ അത്. ഇവിടെ എബൌട്ട് എക്സ് ഈക്വൽ ടു 2 ആയതുകൊണ്ട് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ എന്താണോ ക്വാണ്ടിറ്റി വരുന്നത് അതാണ് അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് 3 ആണെന്ന് കിട്ടി. ദ പവർ സീരീസ് വിൽ കൺവേർജ് ഫോർ ഓൾ എക്സ് ഇൻ ദ ഇൻ്റർവെൽ -1 5. അത് കിട്ടണത് ഇങ്ങനെയാണ്. ഈ എക്സ് മൈനസ് 2 മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ. ഇനി ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കിട്ടാൻ നോട്ടിൽ എഴുതുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് വരെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കിട്ടാനായിട്ട് ഈ ഇൻഇക്വാളിറ്റി തന്നെ ഒന്നും കൂടെ സോൾവ് ചെയ്ത് എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുക. അപ്പോൾ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 3 നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് നോട്ടിൽ എഴുതേണ്ടത്. -3 ലെസ് ദാൻ എക്സ് മൈനസ് 2 ലെസ് ദാൻ 3 എന്ന് എഴുതാം അല്ലേ. മോഡ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ നമ്മൾ -b ലെസ് ദാൻ എ ലെസ് ദാൻ ബി എന്നാണ് എഴുതുക. അതുപോലെ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 3 നമ്മൾ -3 ലെസ് ദാൻ എക്സ് മൈനസ് 2 ലെസ് ദാൻ 3 എന്ന് എഴുതും. ത്രൂ ഔട്ട് 2 കൊണ്ട് ആഡ് ചെയ്യുക. ത്രൂ ഔട്ട് 2 കൊണ്ട് ആഡ് ചെയ്താൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ എക്സിൻ്റെ റേഞ്ച് ആയിട്ടുള്ള ആ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -1 5 എന്നുള്ള ഇൻ്റർവെൽ നമുക്ക് കിട്ടുന്നത്. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ആ എൻഡ് പോയിന്റിലും കൂടി ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണം. അതായത് എക്സ് ഈക്വൽ ടു -1ലും എക്സ് ഈക്വൽ ടു 5ലും ഈ സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു -1ൽ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സീരീസ് ഇതാ ഈ ഒരു ഫോമിലാണ് കിട്ടുക. ഇത് ഓൾറെഡി ഓൾട്ടർനേറ്റിംഗ് സീരീസാണ്, കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾ അതറിയില്ല എങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ടെസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കിയിട്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ലെബനിറ്റ്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട്. അതുപോലെ എക്സ് ഈക്വൽ ടു -1ൽ അപ്പോൾ കൺവേർജൻ്റ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു 5ൽ നമ്മൾ ചെയ്ത് നോക്കണം. എക്സ് ഈക്വൽ ടു 5ൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1/n² ആണ് കിട്ടുന്നത്. 1/n² നമുക്ക് കൺവേർജൻ്റ് ആണ് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു -1ലും എക്സ് ഈക്വൽ ടു 5ലും അത് കൺവേർജൻ്റ് ആയതുകൊണ്ട് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഇതും കൂടി ഉൾപ്പെടുത്തണം. ഈ രണ്ട് എൻഡ് പോയിന്റ് കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ എന്ത് വരും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അങ്ങനെയാക്കി മാറ്റണം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ആ രണ്ട് പോയിന്റും കൂടി ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ ഈ രണ്ട് സീരീസിൻ്റെ കൺവേർജൻസ് നിങ്ങളിവിടെ ഒന്ന് ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ടെസ്റ്റ് വെച്ചിട്ടും ഇത് പിന്നെ പി സീരീസാണ്, അതുകൊണ്ട് ഡയറക്റ്റ് അത് കൺവേർജൻ്റ് ആണെന്ന് പറയാം. എന്നിട്ട് ലാസ്റ്റ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഈസ് therefore -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് ആ എൻഡ് പോയിന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതി വയ്ക്കണം കേട്ടോ. എന്നാലാണ് പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അടുത്തത് കൺവേർജൻസ് ഓഫ് ദ എക്സ്പോണൻഷ്യൽ സീരീസ്. ഇതാണ് സീരീസ് തന്നിരിക്കുന്നത്. 1 + x + x² / 2 + എക്സെട്ര + x raised to n/n. അപ്പോൾ ഇവിടെ നമ്മൾ UN എഴുതുകയാണ് എങ്കിൽ ഫസ്റ്റ് ടേം 1 ആണ് വരുന്നത്, സെക്കൻഡ് ടേമിൽ എക്സ് ആണ്, തേർഡ് ടേമിൽ x² / 2 ആണ്. അങ്ങനെ nth ടേമിൽ ഓരോന്ന് വീതം കുറവല്ലേ വരുന്നത്. nth ടേം എഴുതി നോക്കുകയാണെങ്കിൽ x raised to n-1/n-1 ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഇത് n+1 ടേമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എടുക്കണം. ഓരോന്നിലും 1-ലേതാ 2-ലേതാ 3-ലേതാന്ന് നോക്കി n-ലേതാന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ UN+1/UN ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ആണ് കിട്ടുക. അപ്പോൾ ഇത് മുഴുവനും ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റെസിപ്രോക്കലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ n ബാക്കി ഉണ്ടാവും, മുകളിൽ ഒരു എക്സ് ബാക്കി ഉണ്ടാവും. അപ്പോൾ x/n ആണ് കിട്ടുക. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് നമുക്ക് 0ലേക്ക് പോകും. 0ലേക്ക് പോകുമ്പോൾ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് നമ്മൾ എന്താ പറയാറ്? മൊത്തം എക്സുകൾക്ക് ഇത് കൺവേർജൻ്റ് ആയിരിക്കും എന്നല്ലേ പറയാറ്, ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും എന്നല്ലേ പറയാറ്. ആ സമയത്ത് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് നമ്മൾ എങ്ങനെ എഴുതുക? -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതണം. അതുപോലെ ആ സമയത്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ് r=∞ എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ r=∞ എന്ന് എഴുതണം. ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളതും എഴുതി വെക്കണം. 0 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ, ലിമിറ്റിൻ്റെ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ മറക്കരുതേ. അടുത്തത് ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം UN എഴുതണം, പിന്നെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് mod x ആണ് കിട്ടുക. കാരണം ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയി പോവും. പിന്നെ ഇത് mod x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമുക്കറിയാം mod x എന്ന് പറയുന്നത് -1 mod x ലെസ് ദാൻ 1ലാണ് അത് കൺവേർജൻ്റ് ആവുക.
മോഡ് എക്സ് ലെസ് ദാൻ 1-ൽ കൺവേർജൻറ്റും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1-ൽ അത് ഡൈവേർജൻറ്റും ആവും. അതവിടെ നിന്ന് എഴുതി വെക്കണം. ദിസ് ഈസ് കൺവേർജൻറ്റ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 എഴുതി വെച്ചാൽ മതി. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ് കേട്ടോ വരുന്നത്. മോഡ് എക്സ് ലെസ് ദാൻ 1-ലല്ലേ കൺവേർജൻറ്റ് വരുന്നത്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1-ന് അത് ഡൈവേർജൻ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ nth ടേം എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ n എന്നിങ്ങനെ വലുതായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ nth ടേം 0-ലേക്ക് ടെൻഡ് ചെയ്യില്ല ഈ കേസിൽ. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1-ൽ അത് കൺവേർജൻറ്റും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1-ൽ അത് ഡൈവേർജൻറ്റും ആയിരിക്കും. ഇനി ഫൈനൈറ്റ് വാല്യൂ ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് r = 1 ആയതുകൊണ്ട് അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എൻഡ് പോയിന്റ്സിലും കൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കണം കൺവേർജൻസ്. അപ്പോൾ x = 1-ൽ ഈ സീരീസ് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് സീരീസ് കിട്ടുന്നത്. ഇതൊരു ഡൈവേർജൻറ്റ് സീരീസാണെന്ന് നമുക്കറിയാം. അപ്പോൾ x = 1-ൽ x = 1 നമ്മുടെ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൽ വരില്ല. അത് ഡൈവേർജൻ്റ് ആയിട്ടാണ് പോവുക. ഇനി x = -1-ൽ ഇത് -1-ലാണ് കേട്ടോ. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് -1 കൊടുക്കുക. അതുകൊണ്ട് എക്സിന് -1 ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ x = -1 ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൽ വരില്ല. പിന്നെ x = 1 എടുക്കുക. x = 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1n+1 ആണ് വരിക ഡിവൈഡഡ് ബൈ n. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് അവിടെ ചെയ്ത് വയ്ക്കുക. ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ടെസ്റ്റ് അവിടെ ചെയ്ത് വെച്ചാൽ മതി. ഓർമ്മയില്ലാത്തവർ അത് അവിടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ x = 1 ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൽ വരും. x = -1 ഇവിടെ -1 ആക്കാൻ മറക്കരുത് കേട്ടോ. ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് -1 ലെസ് ദാൻ x ലെസ് ദാൻ = 1 ആണ് ഇതിൻ്റെ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് വരിക. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കൺവേർജൻസ് = 1 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്തത് സെയിം പ്രോബ്ലം തന്നെ. un എഴുതി un+1/un ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്വാണ്ടിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആകുമ്പോൾ ഇങ്ങനെയുള്ള എക്സ് വരുന്ന എല്ലാ സംഭവങ്ങളും ലെസ് ദാൻ 1-ൽ മാത്രമേ കൺവേർജൻ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് കൺവേർജൻ്റ് ആവുക. പിന്നെ ഈ സീരീസിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കണം. ഇത് എബൌട്ട് x+1 എന്നാണ് ഇവിടെ ടേം വരുന്നത് അല്ലേ. അപ്പോൾ എബൌട്ട് x = ഇതിൽ x-1 വായിക്കാമല്ലോ. നമുക്ക് x-c⁻n എന്നുള്ളതാണ് ജനറൽ ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ x-1 എന്നുള്ളതാണ്. അപ്പോൾ എബൌട്ട് -1 വരണ ഒരു സീരീസാണിത്. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എടുക്കുമ്പോൾ മോഡ് x+1 ലെസ് ദാൻ സംതിങ്, അതായത് x-1 ലെസ് ദാൻ സംതിങ് എന്നുള്ള രീതിയിലാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് വരേണ്ടത് കേട്ടോ. അപ്പോൾ എനിവേ നമ്മളിത് ഫൈൻഡ് ചെയ്യും. ഇതിൻ്റെ ലിമിറ്റൊക്കെ ഫൈൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മോഡ് x+1/2 എന്നാണ് വരിക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡ് ഇത് എപ്പോഴാണ് കൺവേർജൻ്റ് ആവുക? ലെസ് ദാൻ 1 ആകുമ്പോൾ. ഇങ്ങനത്തെ ടേംസ് എല്ലാം ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ കൺവേർജൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആകുമ്പോഴാണ് കൺവേർജൻ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1 ലെസ് ദാൻ x+1 ലെസ് ദാൻ 1 എന്ന് കിട്ടും. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 ലെസ് ദാൻ x+1 ലെസ് ദാൻ 2 എന്ന് കിട്ടും. ത്രൂ ഔട്ട് ഒരു 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -3 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് വരിക കേട്ടോ. റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടണമെങ്കിൽ ഈ മോഡ് x+1 ലെസ് ദാൻ സംതിങ് എന്ന് വരണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ മോഡ് x+1 ലെസ് ദാൻ 2 എന്നാണ് വരിക. വെറുതെ എബൌട്ട് x = 0 ആണെങ്കിൽ മോഡ് x ലെസ് ദാൻ സംതിങ് എന്നുള്ളത് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എബൌട്ട് x = -1 ആയതുകൊണ്ട് മോഡ് x-1 ദാറ്റ് ഈസ് മോഡ് x+1 ലെസ് ദാൻ സംതിങ് എന്ന് കിട്ടണം. ഇപ്പുറത്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആണ് വരിക. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവിടെ 2 ആണ്. ഇനി ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് കുറച്ച് ഭാഗം നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് എൻഡ് പോയിന്റിലും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്ത പോലെ തന്നെ x = -3 എന്നുള്ള എൻഡ് പോയിന്റിലും x = 1 എന്നുള്ള എൻഡ് പോയിന്റിലും ഇവിടെ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരും കൂടി ഉണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി ഇൻ്റർവെൽ മാറ്റി എഴുതുക കേട്ടോ. ഈ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്നുള്ളത് അപ്പോൾ ഇതിൽ ഡൈവേർജൻ്റാണ് കിട്ടണേ. x = 1-ൽ രണ്ടിലും ഡൈവേർജൻ്റ് ആണ് അല്ലേ. അപ്പോൾ പിന്നെ രണ്ടും ഉൾപ്പെടുത്തേണ്ട. തന്നെയാണ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് വരിക. അതുപോലെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു മോഡ് x+1 x-1
ദാറ്റ് ഈസ് ലെസ് ദാൻ 2 എന്നാണ് നമുക്ക് ഈ ഇൻഇക്വാളിറ്റിയിൽ നിന്ന്. അത് എവിടെയും ഈ ഒരു സ്റ്റെപ്പുകളിൽ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. അതാ ഈ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെസ് ദാൻ 2 എന്ന് വരുമ്പോൾ അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്.